നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. വിധിയുടെ കണ്ണുനീർ തുടയ്ക്കുവാനും അനാഥന് ആഹാരം കൊടുക്കുവാനും കഴിയാത്ത ഒരു മതത്തിലും എനിക്ക് വിശ്വാസമില്ല എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. അതായത് മതങ്ങൾ മനുഷ്യ സേവനത്തിനുള്ള കൂട്ടായ്മകളായിരിക്കാം എന്നർത്ഥം. അതിനപ്പുറം മതങ്ങൾക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല. ദക്ഷിണ ഭാരതത്തിലെ പ്രാചീന ശൈവ ഭക്തരും പ്രചാരകരുമായിരുന്നു നായനാർമാർ. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പ്രാചീന ശിവക്ഷേത്രങ്ങൾ പലതും നായനാർമാരുടെ സംരക്ഷണത്തിലായിരുന്നു. നിരവധി ഭക്തകൃതികൾ നായനാർമാരുടെ സംഭാവനയായിട്ടുണ്ട്. ഇന്നത്തെ സന്ധ്യാനാമം ആരംഭിക്കുകയാണ്. കേൾക്കാം. കുമ്പിടുന്നു ഞങ്ങൾ നിൻ പാദപങ്കജേ കയാമ്പുവർണ്ണന നന്ദബാല. കുമ്പിടുന്നു ഞങ്ങൾ നിൻ പാദപങ്കജേ കായാമ്പുവർണ്ണനാം നന്ദബാല. കുമ്പിടുന്നു ഞങ്ങൾ നിൻ പാദപങ്കജേ കായാമ്പുവർണ്ണനാം നന്ദബാല. തുമ്പകമ്പങ്ങളെ തീർത്തു നീ നിത്യവും ഇമ്പമായി കാക്കണേ ശ്രീവല്ലഭ. തുമ്പകമ്പങ്ങളെ തീർത്തു നീ നിത്യവും ഇമ്പമായി കാക്കണേ ശ്രീവല്ലഭ. തുമ്പമായി കാക്കണേ ശ്രീവല്ലഭ. കുമ്പിടുന്നു ഞങ്ങൾ പാദപങ്കജേ കായാമ്പുവർണ്ണന നന്ദബാല. നന്മ മനസ്സാകുന്നൊരമ്പാടി തന്നിൽ നീ അൻപാർന്നു വാഴുവാൻ കൈതൊഴുന്നേ. നന്മ മനസ്സാകുമീ അമ്പാടി തന്നിൽ അൻപാർന്നു വാഴുവാൻ കൈതൊഴുന്നേ. വൻപാർന്ന നിൻ ചരിതാമൃതഗംഗയിൽ നീതി നീരാടുവാൻ നീ കനിയൂ. വൻപാർന്ന നിൻ ചരിതാമൃതഗംഗയിൽ നീതി നീരാടുവാൻ നീ കനിയൂ. നീതി നീരാടുവാൻ നീ കനിയൂ. ഇടുന്നു ഞങ്ങൾ നിൻ പാദപങ്കജേ കായാമ്പുവർണ്ണനാം നന്ദബാല. ശ്രീ വാസുദേവ ശ്രീ കേശവ ഗോവിന്ദ ശ്രീ വ്യാസദേവേശ കൈതൊഴുന്നേ. ശ്രീ വാസുദേവ ശ്രീ കേശവ ഗോവിന്ദ ശ്രീ വ്യാസദേവേശ കൈതൊഴുന്നേ. ഭക്തജനാശ്രയ പാവുകദായക പാസുരമൂർത്തേ ശ്രീ വൈഷ്ണവദേ. ഭക്തജനാശ്രയ കുമ്പിടുന്നു ഞങ്ങൾ നിൻ പാദപങ്കജേ കായാമ്പുവർണ്ണന നന്ദബാല. തുമ്പകമ്പങ്ങളെ തീർത്തു നീ നിത്യവും തുമ്പമായി കാക്കണേ ശ്രീവല്ലഭ. തുമ്പമായി കാക്കണേ ശ്രീവല്ലഭ. കുമ്പിടുന്നു ഞങ്ങൾ പാദപങ്കജേ കായാമ്പുവർണ്ണന നന്ദബാല. നന്ദബാല ബാല നന്ദബാല നന്ദബാല ബാല നന്ദബാല. ഹൈന്ദവ വിശ്വാസങ്ങളിൽ വിദ്യാദേവത സരസ്വതിയാണ്. ദുർഗ, ദക്ഷിണാമൂർത്തി, ഹയഗ്രീവൻ മുതലായ മൂർത്തികളെയും വിദ്യയുമായി ബന്ധപ്പെട്ട് ആരാധിക്കാറുണ്ട്. എന്നാൽ ജ്ഞാനസ്വരൂപനും
വിദ്യാദേവനുമായ ശാസ്താവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തൃശൂർ ജില്ലയിൽ അത്തരമൊരു ക്ഷേത്രമുണ്ട്. തിരുവുള്ളക്കാവ് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. രസകരമായ ക്ഷേത്ര ഐതിഹ്യങ്ങളിലേക്ക് ഇന്നത്തെ കഥയമമ നമ്മെ നയിക്കുന്നു. കാണാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഭഗവാൻ ശ്രീ ധർമ്മശാസ്താവായിട്ടുള്ള അയ്യപ്പസ്വാമിയുടെ ശബരിമലയിലെ പ്രതിഷ്ഠാദിനം കഴിഞ്ഞ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥ ഇന്നത്തെ കഥയമമ്മയിൽ ഉൾപ്പെടുത്താം എന്ന് കരുതി. വിദ്യാകാരകത്വമുള്ള ഒരു ശാസ്താവ്, വർഷത്തിൽ 364 ദിവസവും വിദ്യാരംഭം ചെയ്യിക്കാൻ സാധിക്കുന്ന ഒരു ക്ഷേത്രം. മീനമാസത്തിൽ അത്തം നാളിലും ഒപ്പം തന്നെ ഭഗവാന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ആ ഒരു മഹാനവമി ദിവസവും മാത്രം വിദ്യാരംഭമില്ലാത്ത, ബാക്കി എല്ലാ ദിവസങ്ങളിലും വർഷത്തിൽ വിദ്യാരംഭം നടത്തുന്ന വിദ്യാകാരകനായിട്ടുള്ള ശാസ്താവ് വിളങ്ങുന്ന സാക്ഷാൽ പെരുവനം ഗ്രാമത്തിൻ്റെ രക്ഷാപുരുഷനായിട്ടുള്ള ആ ഇരട്ടയപ്പൻ്റെ പൊന്നുമകനായിട്ട് നമ്മളെല്ലാവരും കാണുന്ന തിരുവുള്ളക്കാവ് ശാസ്താവിനെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കുന്നത്. പരശുരാമസ്വാമി സൃഷ്ടിച്ച 32 ബ്രാഹ്മണ സമൂഹങ്ങളുണ്ടെന്നാണ് പറയുക. അതിലേറ്റവും പ്രസിദ്ധമാണ് പെരുവനം ഭാഗത്തുള്ള യോഗം. ആ പെരുവനത്തിൻ്റെ ഗ്രാമദേവതയാണ് മഹാദേവൻ, പെരുവനത്തപ്പൻ. അദ്ദേഹത്തെ ഇരട്ടയപ്പൻ എന്നാണ് വിളിക്കുക. ആ പെരുവനം ഗ്രാമത്തിൻ്റെ രക്ഷാപുരുഷൻ അദ്ദേഹം സാക്ഷാൽ തിരുവുള്ളക്കാവ് ശാസ്താവാണ്. ആ ക്ഷേത്രത്തിന് പുറകിലുള്ള കഥയായിട്ട് പറയാറുള്ളത്, അത് ഒരു കാവ് പ്രദേശമാണ്. അതുകൊണ്ടാണ് തിരുവുള്ളക്കാവ് എന്ന് തന്നെ പേര് വന്നിരിക്കുന്നത്. ആ തിരുവുള്ളക്കാവിൽ അക്കാലത്ത് അതിന് കൃഷിക്കോ മറ്റോ കാര്യങ്ങൾക്കായിട്ട് വന്ന ആരോ അവരുടെ ആയുധം അവിടെയുള്ള ആ വിഗ്രഹത്തിൻ്റെ പൂർണ്ണശിലയിൽ ഉറച്ച സമയത്ത് രക്തപ്രവാഹം ഉണ്ടായിരുന്നു. അങ്ങനെ അത് കാലാന്തരത്തിൽ ക്ഷേത്രമായിട്ട് മാറിയെന്നാണ് സങ്കല്പം. പൂർണ്ണ പുഷ്കല സമേതനായിട്ടുള്ള ധർമ്മശാസ്താവാണ് പ്രധാനപ്പെട്ട പ്രതിഷ്ഠ എങ്കിൽ പോലും അതിൽ വ്യാസമഹർഷിയുടെ സാന്നിധ്യം കൂടെ പറയാറുണ്ട്. വ്യാസനാണ് തിരുവുള്ളക്കാവ് ശാസ്താവ് എന്നൊരു സങ്കല്പമുണ്ട്. 2, അവിടുത്തെ ഈ ഭഗവാന്റെ വിദ്യാകാരകത്വം വരാനായിട്ട് പറയപ്പെടുന്ന ഒരു കഥ കൂടി നമുക്കൊന്ന് അനുസ്മരിക്കാം. തിരുവുള്ളക്കാവ് ക്ഷേത്രത്തിലേക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ എത്താറുള്ളത് എഴുത്തിനിരുത്തിന് വേണ്ടിയിട്ടാണ്. വർഷത്തിൽ 363 ദിവസവും വിദ്യാരംഭമുള്ള സ്ഥലമാണ്. ആകെ 2 ദിവസം മാത്രമാണ് വിദ്യാരംഭം ഇല്ലാത്തതുള്ളൂ. അത് ഏതൊക്കെ ദിവസമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഭഗവാൻ വിദ്യാകാരകനായതിന് പുറകിലുള്ള രസകരമായിട്ടുള്ള ഒരു കഥ തിരുവുള്ളക്കാവുമായിട്ട് ബന്ധപ്പെട്ട് പ്രചരിക്കാറുണ്ട്. അത് വാസുദേവൻ ഭട്ടതിരി എന്ന് പറഞ്ഞൊരു ബ്രാഹ്മണൻ്റെ കഥയാണ്. അദ്ദേഹത്തിന് സംസാരിക്കാൻ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു, ബുദ്ധിമാന്ദ്യവും ഉണ്ടായിരുന്നു. എപ്പോഴും വിക്ക് അദ്ദേഹത്തിന് വരുന്നതാണ്. 2, അദ്ദേഹത്തിന് അറിവില്ലാത്തതുകൊണ്ട് പല മണ്ടത്തരങ്ങളും അദ്ദേഹം പറയാറുണ്ട്. പക്ഷെ പാവം വളരെ സാത്വികനായിരുന്നു. ഒരാൾക്കും അദ്ദേഹത്തെ കൊണ്ടൊരു ഉപദ്രവം ഉണ്ടായിട്ടില്ല. എങ്കിലും ആളുകളൊക്കെ കാണുന്ന സമയത്ത് ഇദ്ദേഹത്തെ വിഡ്ഢിയെന്നും വിക്കെന്നും ഒക്കെ പറഞ്ഞ് കളിയാക്കും. ഒരിക്കലും നന്നായിട്ട് മഴ പെയ്തൊരു സമയത്ത് ഇല്ലത്തേക്ക് പോവാൻ ഭയം തോന്നിയ വാസുദേവൻ ഭട്ടതിരി തിരുവുള്ളക്കാവ് ക്ഷേത്രത്തിൻ്റെ തിടപ്പള്ളി ഭാഗത്തേക്ക് കയറി ചെന്നു എന്നാണ്. അദ്ദേഹത്തിന് വലിയ രീതിയിൽ തണുപ്പ് അനുഭവപ്പെട്ടിരുന്നു, മഴ കൊണ്ടിട്ട് അദ്ദേഹം വരുന്നത്. അപ്പം അദ്ദേഹം നോക്കിയപ്പോൾ അവിടെ അടുപ്പ് കത്തുന്നുണ്ട്. അപ്പോൾ 2 വിറകൊക്കെ അടുപ്പിൽ വെച്ച് അദ്ദേഹം അവിടെ ഇങ്ങനെ തീ കാഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അടുപ്പിൻ്റെ ഭാഗത്തായിട്ട് ഈ തിടപ്പള്ളിയിൽ ഒരു കദളിപ്പഴം അദ്ദേഹം കണ്ടു എന്നാണ്. നന്നായിട്ട് വിശക്കുന്നതുകൊണ്ട് തന്നെ ആ കദളിപ്പഴം അദ്ദേഹം എടുത്ത് കഴിച്ചു. കുറച്ചു നേരം ഈ ചൂടൊക്കെ കൊണ്ട് അടുപ്പിൻ്റെ അടുത്തിരുന്നു. എപ്പോഴും അദ്ദേഹം ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം ക്ഷേത്രം തുറക്കാൻ വന്ന മേൽശാന്തി കണ്ടത് ഈ വിഡ്ഢി എന്ന് വിളിക്കപ്പെടുന്ന വാസുദേവൻ ഭട്ടതിരി ഇത് അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. അദ്ദേഹത്തെ വിളിച്ച് എണീപ്പിച്ചു. താൻ എന്താ ഇവിടെ കിടക്കുന്നതെന്നൊക്കെ ചോദിച്ച സമയത്ത് ഇത്ര നാളുണ്ടായിരുന്ന വിക്കോ ബുദ്ധി സഹജമായിട്ടുള്ള പ്രശ്നങ്ങളോ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. പകരം വളരെ സ്പഷ്ടമായിട്ട് അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി എന്നാണ് പറയുക. ആ സമയത്ത് അവിടെ ഒരു വാരസ്യാർ വന്നു അത്രേ. ഇത് കേട്ടിട്ട് അവിടെ ജോലി ചെയ്തിരുന്നൊരു വാരസ്യാരാണ്. അവർ വന്നിട്ട് ഈ വിറക് നോക്കിയ സമയത്ത് ഇദ്ദേഹം വിറകൊക്കെ കത്തിച്ചിട്ടുണ്ട്. രാത്രി തണുപ്പുണ്ടായ സമയത്ത് തണുപ്പ് മാറ്റാനായിട്ട് അദ്ദേഹം ചെയ്താണ്. അപ്പം അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്ന വിറകൊക്കെ എവിടെ പോയി എന്ന് ഈ വാരസ്യാർ ഭട്ടതിരിയോട് ചോദിച്ച സമയത്ത് അദ്ദേഹം ഒരു ശ്ലോകം ചൊല്ലിയെന്നാണ്. ശ്ലോകം ഏതാണ്ട് വിറകെടുപ്പാൻ വിറകെടുത്തു വിറകെടുത്തി വിറകെടുത്തു എന്നാണ് അത്രേ. എന്ന് വെച്ചാൽ ഈ വിറയ്ക്കുന്ന ഭാഗം മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വിറകെടുത്തു എന്നുള്ളത് ഒരു കവിതയായിട്ട് അവിടെ വെച്ചിട്ട് അദ്ദേഹം ചൊല്ലി കേൾപ്പിച്ചു എന്നാണ്. അപ്പോഴാണത്രേ
അവിടെ കൂടിയ ആൾക്കാർക്കൊക്കെ മനസ്സിലായത് ഇദ്ദേഹത്തിൻ്റെ വിക്ക് മാറുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്, ഇദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം വളരെയധികം കൂടിയിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം വാസുദേവ കവി എന്ന പേരിൽ അറിയപ്പെട്ടു എന്നാണ്. അപ്പോൾ അതിൽ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഈ പഴം കഴിച്ചിട്ടാണ് ഈ ബുദ്ധി നേരെ ഏതെന്ന് മനസ്സിലാക്കിയ വാരസ്യാർ അവിടെ പഴം ഉണ്ടോ എന്ന് തിരഞ്ഞു നോക്കിയത്രേ. അപ്പോൾ അവിടെ പഴമൊന്നും കണ്ടില്ല, മറിച്ച് ഈ വാസുദേവൻ ഭട്ടതിരി കഴിച്ച പഴത്തിൻ്റെ കദളിപ്പഴത്തിൻ്റെ തോല് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുക. ഇതിനും ദിവ്യത്വം ഉണ്ടാവും എന്ന് കരുതിയിട്ട് വാരസ്യാർ പഴത്തിൻ്റെ തോല് കഴിച്ചു. അവർക്കും വിദ്യയിൽ അതിയായിട്ടുള്ള ഉയർച്ച ഉണ്ടായി എന്നാണ്, അവരും പണ്ഡിതയായി തീർന്നു എന്നാണ് കഥ. ഇവർ രണ്ടുപേരും ശാസ്താവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് അത്രേ വിദ്യയിൽ കേവന്മാരായത്. ഇന്നും തിരുവുള്ളക്കാവ് ശാസ്താക്ഷേത്രത്തിൽ എഴുത്തിനിരുത്താനുള്ള ഒരു പാരമ്പര്യം ഈ വാരസ്യാരുടെ പിന്തുടർച്ചക്കാർക്കാണ് എന്നാണ് പറയുക. അവരാണ് ഈ എഴുത്താശാന്മാരായിട്ട് ആദ്യാക്ഷരം കുട്ടികളെ കൊണ്ട് കുറിപ്പിക്കാറുള്ളത്. അപ്പോൾ നോക്കൂ, ഭഗവാൻ ധർമ്മശാസ്താവ് എന്ന് പറഞ്ഞാൽ തന്നെ ഗുരുനാഥനാണ്. അദ്ദേഹത്തിൻ്റെ വിദ്യാകാരകത്വം കൂടെ വരുമ്പോൾ എത്രയധികം മഹത്തരമായിട്ടുള്ളൊരു ചൈതന്യമാണ് നമ്മൾ പോയി തൊഴുന്ന തിരുവുള്ളക്കാവ് ശാസ്താവ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ വിദ്യാരംഭത്തിനായിട്ടല്ലെങ്കിൽ പോലും സാധിക്കുന്ന ആളുകളൊക്കെ തിരുവുള്ളക്കാവ് പോവുക, ഭഗവാനെ പ്രാർത്ഥിക്കുക, നല്ല വാക്ചാരുതി ഉണ്ടാവാൻ, സ്പഷ്ടമായിട്ട് സംസാരിക്കാൻ, ഈ പറയുന്ന വിക്ക് പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടുന്ന ആളുകളൊക്കെ തന്നെ അവിടെ ചെന്ന് ഭഗവാന് കദളിപ്പഴം നേദിക്കാറുണ്ട് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പം അത്രയധികം വാക്ചാതുര്യം നൽകുന്ന, ബുദ്ധിവിശേഷം നൽകുന്ന ആ തിരുവുള്ളക്കാവ് ശാസ്താവിൻ്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അടുത്തൊരു കഥയുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. ഇന്ന് ബുധനാഴ്ച, ശാസ്താപ്രീതിക്ക് ഉത്തമമായ ദിവസമാണ്. ഓം ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ തുഭ്യം നമോ നമ. ഇനി ക്ഷേത്രാങ്കണത്തിലെത്തി ദീപാരാധന കാഴ്ചകൾ കണ്ടുമടങ്ങാം. അസ്യ ശ്രീരാമകവചസ്യ അഗസ്ത്യ ഋഷി അനുഷ്ഠുപ്ഛന്ദ സീതാലക്ഷ്മണോപേത ശ്രീരാമചന്ദ്രോ ദേവത നീലജീമൂതസംകാശം വിദ്യുദ്വർണാംബരാവൃതം കോമളാംഗം വിശാലാക്ഷം യുവാനാമതിസുന്ദരം. ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ ഒരു ശ്രീരാമ വിഗ്രഹം പൂജിച്ചിരുന്നു. ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ഭഗവാൻ പൂജിച്ചു പോന്ന ശ്രീരാമ വിഗ്രഹം കടലിൽ നിമജ്ജനം ചെയ്തു അത്രേ. ഭാർഗവക്ഷേത്ര ഭൂമിയായ കേരളത്തിലെ ഒരു മുക്കുവന് പിൽക്കാലത്ത് കടലിൽ നിന്ന് ആ വിഗ്രഹം ലഭിച്ചു. ആ വിഗ്രഹം പ്രതിഷ്ഠിച്ച പുണ്യസങ്കേതമാണ് പ്രശസ്തമായ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. രാമ രാമ തൃപ്രയാറിൽ വാഴും രാമ സീത മാനസത്തിൽ മന്ത്രമൊന്നേ രാമ രാമ. ഭാരതത്തിലെ ശ്രീരാമസ്വാമി ക്ഷേത്രങ്ങളിൽ പ്രസിദ്ധമാണ് തൃപ്രയാർ ക്ഷേത്രം. തൃശൂർ ജില്ലയുടെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് നാട്ടിക ഗ്രാമപഞ്ചായത്തിലാണ് തൃപ്രയാർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കരുവന്നൂർ പുഴയുടെ കൈവഴിയായ തീവ്ര നദിയുടെ തീരത്താണ് ശ്രീരാമസ്വാമി ക്ഷേത്രം. ഇവിടത്തെ നിശബ്ദ പ്രകൃതി ആരുടെ മനസ്സിലും ആത്മീയ പ്രകാശം തെളിയിക്കുന്നതാണ്. ഭുവനനായക മോഹന സാർവഭൗമ. വാമന അവതാരം സ്വീകരിച്ച മഹാവിഷ്ണു വിശ്വരൂപത്തിലേക്ക് വളർന്നപ്പോൾ ഭഗവാന്റെ പാദം സത്യലോകത്തിലെത്തി. അത് കണ്ട ബ്രഹ്മാവ് തന്റെ കമണ്ഡലുവിലെ തീർത്ഥത്താൽ പാദത്തിൽ അഭിഷേകം നടത്തി. ആ തീർത്ഥം ഒഴുകി ഭൂമിയിലും വീണു. തിരുപാദം കഴുകിയ ജലം ആറായപ്പോൾ അത് തിരുപ്പാതയാർ എന്ന നാമം ലഭിച്ചു. തിരുപ്പാതയാർ ലോപിച്ച് തൃപ്രയാർ ആയെന്നും വിശ്വാസമുണ്ട്. ഹൃദയപത്മം ഇതളുകൾ നീർത്തി നിൽപ്പൂരാമ. തൃപ്രയാറപ്പന് അഭിഷേകത്തിനായി വരുണൻ കൊടുത്തയച്ച തീർത്ഥവുമായെത്തിയ ഗംഗാനദി അഭിഷേകത്തിന് ശേഷം തിരികെ പോകാതെ ഭഗവാനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരുന്നു. ഈ സമയം ദർശനത്തിനായി വന്ന ഭക്തർക്ക് ക്ഷേത്രത്തിലെത്താൻ വഴിയില്ലാതായി. അപ്പോൾ ഭഗവാൻ നദിയുടെ ഗതി തിരിച്ചുവിടുകയും അങ്ങനെ തിരിച്ചുവിട്ട ആറ് എന്ന അർത്ഥത്തിൽ
തിരുപ്പുറൈ ആറ് എന്ന് വിശേഷിപ്പിക്കുകയും അത് പിന്നീട് തൃപ്രയാറായെന്നും ഐതിഹ്യമുണ്ട്. എന്നുമേ ആനന്ദമാണയോധ്യാനാഥൻ. കർക്കിടക മാസത്തിലെ പ്രസിദ്ധമായ നാലമ്പല ദർശനത്തിലെ ആദ്യ ക്ഷേത്രമാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. ഇരിങ്ങാലക്കുടയിലെ ഭരതപ്രതിഷ്ഠയുള്ള കൂടൽമാണിക്യ ക്ഷേത്രം, തിരുമൂഴിക്കുളം ലക്ഷ്മണ ക്ഷേത്രം, പായമ്മേലിലെ ശത്രുഘ്ന ക്ഷേത്രം എന്നിവയാണ് നാലമ്പല ദർശനത്തിലെ മറ്റു ക്ഷേത്രങ്ങൾ. ഈ രാമായണ മാസമായി ആചരിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനം ഏറ്റവും വിശേഷപ്പെട്ടതായി കണക്കാക്കുകയും ചെയ്യുന്ന ഒന്നാണ്. കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനത്തിൽ ഏറ്റവും പ്രസിദ്ധമായതും പൗരാണികവുമായ ഒരു നാലമ്പല ദർശന പാതയാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളും ഭഗവാൻ ശ്രീകൃഷ്ണൻ പൂജിച്ചിരുന്നു എന്നാണ് വിശ്വാസം. രാമായണ മാസത്തിൽ ഉച്ചപൂജയ്ക്ക് മുൻപ് ഈ 4 ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് പുണ്യമായി കരുതി പോരുന്നു. പ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരത്തിന്റെ നേതൃസ്ഥാനീയൻ കൂടിയാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി. ആറാട്ടുപുഴ പൂരത്തിന് 7 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ തൃപ്രയാർ തേവർ ക്ഷേത്രത്തിന് ചുറ്റുപാടുമുള്ള തട്ടകത്തിലെ വിവിധ കുളങ്ങളിൽ ആറാട്ടിനായി എഴുന്നള്ളിപ്പ് പോകുന്നു. ചക്രവർത്തി ഭാവത്തിലുള്ള തൃപ്രയാർ തേവർക്ക് ഇത്തരത്തിലുള്ള ആറാട്ടുകൾക്ക് പോകുന്നതിന് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള പൗരാണിക കാലം മുതൽ ഉപയോഗിച്ചു വരുന്ന വഴികളുണ്ട്. ഇന്നും തൻ്റേതായുള്ള പ്രത്യേകമായുള്ള വഴികളിലൂടെ മാത്രമേ തൃപ്രയാർ തേവർ വിവിധ സ്ഥലങ്ങളിലേക്ക്, വിവിധ കുളങ്ങളിലേക്ക് ആറാട്ടിനായി എഴുന്നള്ളാറുള്ളത്. ശ്രീരാമ രാമ മഹാഭാഗോ ജാനകീപതേ. പൂരങ്ങളുടെ എല്ലാം മാതാവ് എന്നാണ് ആറാട്ടുപൂരം അറിയപ്പെടുന്നത്. തൃശൂർ ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള 23 ദേവതകൾ ഈ ഉത്സവത്തിൽ പങ്കെടുക്കുന്നു എന്നതാണ് ആറാട്ടുപൂരത്തിന്റെ മറ്റൊരു പ്രത്യേകത. ശ്രീരാമ രാമ രമാരമണ രഘുപതേ. ആസുരിക ശക്തികളായ ഖരൻ, ദൂഷണൻ, ത്രിശിരസ് എന്നീ രാക്ഷസന്മാരെയും അവരുടെ പതിനായിരക്കണക്കിന് പടയാളികളെയും നിഗ്രഹിച്ച ശേഷം രൂപമെടുത്ത മഹാവിഷ്ണുവിന്റെ അത്യുഗ്രമൂർത്തി സങ്കല്പമാണ് തൃപ്രയാർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക്. ഈ ഉഗ്രഭാവത്തെ ശമിപ്പിക്കാൻ ഭഗവാന്റെ ഇരുവശത്തുമായി ഐശ്വര്യത്തിന്റെ ദേവതയായ ലക്ഷ്മി ദേവിയെയും സർവം സഹയായ ഭൂമിദേവിയെയും പ്രതിഷ്ഠിച്ച് ആരാധിച്ചു പോരുന്നു. ചതുർബാഹുവായ ഭഗവാനെ ദർശിച്ചാൽ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അകലുമെന്നാണ് വിശ്വാസം. തൃപ്രയാർ അപ്പൻ എന്നും തൃപ്രയാർ തേവർ എന്നും ഭഗവാൻ അറിയപ്പെടുന്നു. 6 അടിയുള്ള പ്രധാന പ്രതിഷ്ഠയ്ക്ക് മറ്റ് ശ്രീരാമ വിഗ്രഹങ്ങളിൽ നിന്നും വ്യത്യാസമുണ്ട്. തൃപ്രയാർ തേവരുടെ രൂപം ചതുർബാഹുവായ വിഷ്ണുവിനെ അനുസ്മരിപ്പിക്കുന്നതാണ്. 4 കൈകളിലൊന്നിൽ ശംഖും മറ്റൊന്നിൽ ചക്രവും 3-ാമത്തേതിൽ വില്ലും 4-ാമത്തെ കൈയിൽ ഒരു മാലയും കാണാനാകും. ശംഖ് പാഞ്ചജന്യത്തെയും ചക്രം സുദർശനത്തെയും വില്ല് കോദണ്ഡത്തിന്റെയും പ്രതീകമായാണ് സങ്കല്പിച്ചു പോരുന്നത്. വിഗ്രഹത്തിന്റെ ഒരു കൈയിലുള്ള മാല ബ്രഹ്മചൈതന്യത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് സങ്കല്പം. അതുകൊണ്ട് തന്നെ തൃപ്രയാർ തേവർ ത്രിമൂർത്തിഭാവത്തിന്റെ പ്രതീകം കൂടിയാണെന്നും വിശ്വസിക്കുന്നു. രാമം രമാവരം വീരം മനോഹരം. തൃപ്രയാറപ്പന്റെ വിഗ്രഹത്തിന് കാലപ്പഴക്കം കൊണ്ട് പല കോട്ടങ്ങളും തട്ടിയിരുന്നതിനാൽ പുനഃപ്രതിഷ്ഠയെക്കുറിച്ചുള്ള ആലോചനകൾ നടന്നിരുന്നു. എന്നാൽ ദേവപ്രശ്നം നടത്തിയപ്പോൾ ഭഗവാന് അതിഷ്ടമല്ലെന്ന് തെളിഞ്ഞു അത്രേ. അതിനാൽ പഞ്ചലോഹത്തിൽ തീർത്ത ഒരാവരണം പഴയ വിഗ്രഹത്തിന് ചാർത്തുകയുണ്ടായി. ധാരാളം മരപ്പണികളും കൊത്തുപണികളുമുള്ള ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന് ചുറ്റും രാമായണ കഥയിലെ പല സന്ദർഭങ്ങളും ജീവൻ തുടിക്കുന്ന രീതിയിൽ പുനഃസൃഷ്ടിക്കപ്പെട്ടതും കാഴ്ചയിൽ ഭക്തരിൽ ആത്മീയഭാവം ഉണർത്തുന്നതാണ്. പ്രധാന പ്രതിഷ്ഠയായ ശ്രീരാമന് പുറമെ അനേകം ഉപദേവതകൾക്കും ഇവിടെ പൂജാ പ്രാധാന്യമുണ്ട്. പ്രധാന ശ്രീകോവിലിന്റെ തെക്കേ വാതിലിൽ തെക്കോട്ട് ദർശനമായാണ് ശിവസ്വരൂപനായ ദക്ഷിണാമൂർത്തിയുടെ പ്രതിഷ്ഠ. 2 അടി ഉയരമുള്ള ദക്ഷിണാമൂർത്തി വിഗ്രഹത്തെ ശിവഭാവത്തിലാണ് പൂജിക്കുന്നത്. വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ശിവ ആരാധന വളരെ കുറവാണെങ്കിലും ഇവിടെ ആദിഗുരുവായ ദക്ഷിണാമൂർത്തിയെ
വിദ്യാസ്വരൂപനായും സങ്കല്പിച്ചു പോരുന്നു. ശൈവ വൈഷ്ണവ സംസ്കാരത്തിന്റെ ഏകഭാവമാണ് തൃപ്രയാർ ക്ഷേത്രം എന്നതിന്റെ തെളിവാണ് ഈ പ്രതിഷ്ഠാസങ്കല്പങ്ങൾ. ദക്ഷിണാമൂർത്തിക്ക് മുൻപിലുള്ള കെടാവിളക്കും ക്ഷേത്രത്തിന് മുൻപിലൂടെ സ്വച്ഛമായി ഒഴുകുന്ന തൃപ്രയാറും ഇവിടുത്തെ മറ്റു സവിശേഷതയാണ്. നാലമ്പലത്തിനകത്ത് 2 ഗണപതി പ്രതിഷ്ഠയുണ്ട് എന്നതും സവിശേഷമാണ്. ധർമ്മശാസ്താവ്, ശ്രീകൃഷ്ണൻ എന്നിവർക്ക് പുറമെ ഹനുമാൻ, ചാത്തൻ തുടങ്ങിയ ഉപദേവതകളുടെ അദൃശ്യ സാന്നിധ്യവും തൃപ്രയാർ ക്ഷേത്രത്തിലുണ്ട്. എവിടെ ശ്രീരാമ മന്ത്രം ഉച്ചരിക്കുന്നുവോ അവിടെ രാമഭക്തനായ ശ്രീ ഹനുമാന്റെ സാന്നിധ്യം ഉണ്ടെന്നാണ് ഹൈന്ദവ സങ്കല്പം. എന്നാൽ ഇവിടെ ഹനുമാന്റെ വിഗ്രഹ പ്രതിഷ്ഠയില്ല. ഹനുമാൻ ഈ ക്ഷേത്രത്തിൽ അദൃശ്യ ചൈതന്യമായി എപ്പോഴും ഉണ്ടെന്നാണ് വിശ്വാസം. നമസ്കാര മണ്ഡപത്തിൽ ഒരു നിലവിളക്ക് ഹനുമാനായി കത്തിച്ചു വയ്ക്കും. മാത്രവുമല്ല, ഹനുമാന്റെ പ്രീതിക്കായി രാമായണത്തിലെ സുന്ദരകാന്ഡം നിത്യേന വായിച്ചു പോരുന്നു. നമസ്തേ ധർമ്മപതേ നമസ്തേ സീതാപതേ നമസ്തേ കാരുണ്യാബ്ദേ. കൊടിയേറിയുള്ള ഉത്സവമില്ലാത്തതിനാൽ ഈ ക്ഷേത്രത്തിൽ കൊടിമരമില്ല എന്ന പ്രത്യേകതയുമുണ്ട്. മറ്റ് ക്ഷേത്രങ്ങളിൽ വെളുത്ത ഏകാദശി ആചരിക്കുമ്പോൾ വൃശ്ചികത്തിലെ കറുത്ത ഏകാദശി ദിവസം നടക്കുന്ന തൃപ്രയാർ ഏകാദശി ഉത്സവം സവിശേഷമാണ്. കതിനവെടി വഴിപാട് തൃപ്രയാർ തേവർക്ക് പ്രിയപ്പെട്ട വഴിപാടായി കരുതിപ്പോരുന്നു. സീത അന്വേഷണത്തിന് ശേഷം എത്തിയ ഹനുമാനെ ആഘോഷപൂർവ്വം സ്വീകരിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് കതിനവെടി വഴിപാട് നടത്തിവരുന്നത്. ജീവിതയാത്രയിൽ വന്നു ചേരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടാനാണ് കതിനവെടി വഴിപാട് ഭക്തർ നടത്തിവരുന്നത്. അതുപോലെ തന്നെ എല്ലാവിധ ദുഷ്ടസ്വാധീനങ്ങളിൽ നിന്നും മോചനം ലഭിക്കാൻ ചാത്തൻ ഭണ്ഡാരം വഴിപാട് ഇവിടെ നടത്തിവരുന്നു. വഴിപാടുകളിൽ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് മീനൂട്ട്. ക്ഷേത്രത്തിന് മുൻപിലൂടെ ഒഴുകുന്ന പുരയാറിലെ മത്സ്യങ്ങളെ ഊട്ടുന്നത് തൃപ്രയാർ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഈ മത്സ്യങ്ങൾ തേവർക്ക് പ്രിയപ്പെട്ടവരാണെന്നും അവരെ ഊട്ടുന്നതിലൂടെ തേവരെ പ്രീതിപ്പെടുത്താമെന്നാണ് വിശ്വാസം. ഭഗവാന്റെ ആദ്യ അവതാരമായ മത്സ്യ അവതാരത്തെ ഊട്ടുന്നു എന്ന സങ്കല്പവുമുണ്ട് ഇതിന് പിന്നിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃപ്രയാർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയപ്പോൾ അദ്ദേഹം മീനൂട്ട് നടത്തിയിരുന്നത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഹൈന്ദവ സംസ്കൃതിയിലെ വ്യത്യസ്ത ആചാര അനുഷ്ഠാനങ്ങളും ദേവതാസങ്കല്പങ്ങളും ഏകമായ അദ്വൈത ദർശനത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മഹാക്ഷേത്ര സന്നിധിയാണ് തൃപ്രയാർ ശ്രീരാമക്ഷേത്രം. ഇവിടെ എത്തി ഭഗവാനെ തൊഴുതു വണങ്ങുന്ന ഭക്തർക്ക് ലഭിക്കുന്നത് ഒരായുസിലെ തപസ്സിന്റെ പുണ്യവും. കാറ്റു വീശുന്നതും മഴ പെയ്യുന്നതും പൂക്കൾ വിരിയുന്നതും ചിട്ടയായി നടക്കുന്ന പ്രവർത്തനങ്ങളാണ്. അത് ചിലർക്ക് ചിലപ്പോൾ ഗുണകരമാകുന്നു, അതേസമയം മറ്റു ചിലർക്ക് ദോഷവുമാകുന്നു. എങ്കിലും ഈ പ്രതിഭാസങ്ങൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇത് നൽകുന്ന ഒരു പാഠമുണ്ട്. വിഭിന്ന രുചിയുള്ളവരെ ഒരേ സമയം തൃപ്തിപ്പെടുത്തുക അസാധ്യമാണ്. അപ്പോൾ നാം ചെയ്യേണ്ടത് നമ്മുടെ കർമ്മങ്ങൾ മുടക്കമില്ലാതെ ചെയ്യുക എന്നതാണ്. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.